മച്ചാമാരെ നമ്മൾ നാളെ തിരിച്ച് കേരളത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ചെറിയൊരു ഷോപ്പിംഗ് ആയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പം അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് തന്നെ രാത്രിത്തെ ഫുഡും മേടിച്ചിട്ടാണ് നമ്മളിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകുന്നത്. എന്റെ കൂട്ടുകാരന്റെ അനിയന്റെ ബർത്ത്ഡേ ഉണ്ട്, അവന് ചെറിയൊരു ഗിഫ്റ്റും മേടിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദിനിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ജംഗ്ഷനിലുണ്ട്, ഇവിടെ വാ നമുക്ക് ചായ കുടിക്കുക. അങ്ങനെ ചായ കുടിച്ച് നമ്മൾ പിന്നെ നേരെ കഴിക്കാൻ കയറിയത് പാനിപൂരി ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇതുവരെയായിട്ട് നമ്മൾ പാനിപൂരി കഴിച്ചില്ല. പോകുന്നതിന്റെ തലേ ദിവസമാണ് പാനിപൂരി ഇപ്പൊ കഴിക്കുന്നത്. അങ്ങനെ ഫുഡും കഴിച്ചിറങ്ങി അടുത്ത ദിവസം രാവിലെ ഇപ്പം നമ്മൾ എണീറ്റ് കുളിച്ച് നമ്മളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ബാഗുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ഓട്ടോ തന്നെയാണ്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ലെന്ന്, നമ്മളെ ടിക്കറ്റ് ബുക്ക് ആയിട്ടില്ല. അവസാനം ഇതേപോലത്തെ ചെറിയൊരു കോഫിയും കുടിച്ച് നമ്മൾ വീണ്ടും നാളത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെ ഇടയിലത്തെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ഫോണിലത്തെ ചാർജ് നൈസായിട്ട് അങ്ങ് തീർന്നു. ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ സീസൺ ടൈം ആയിട്ട് ടിക്കറ്റ് കിട്ടാൻ നല്ല പാടാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുള്ള നമുക്ക് ടിക്കറ്റ് കിട്ടാത്തത്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് രാത്രിയാക്കിയപ്പോൾ ദിനച്ചേട്ടന് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നേരെ കയറി. ഞാനാണെങ്കിൽ ടെലഗ്രാമിൽ മൂവിയും ഡൗൺലോഡ് ചെയ്ത് എന്ന് ടിക്കറ്റ് കിട്ടും എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം കടന്നുപോയി. ബൈ.